ആക്സിലേറ്ററിലേക്ക് കാല് കൂടുതലായിട്ട് അമർന്ന് ഒരു ഹെവി സ്പീഡിൽ ഒരു ട്രമൻഡസ് സ്പീഡിൽ വാഹനം മുന്നോട്ട് കുതിച്ചു ചെന്ന് ഇടിച്ചതാണ്. ബോഡി പരിശോധിച്ച പോലീസുകാർ പറഞ്ഞാൽ ബോഡിയൊക്കെ അമുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ഈ വണ്ടിക്കുള്ളിൽ തന്നെ ബോഡി 2-3 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ പറഞ്ഞത് സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ്, ഫുഡ് കഴിച്ചു, ഉറക്കം വന്നു, ഞങ്ങൾ മാറ്റിയിട്ട്. ഇതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. ഉച്ച സമയമാണ്. ഒറ്റ കാര്യമുള്ളൂ, നന്നായിട്ട് ഉറങ്ങുക, ഉറങ്ങി തീർത്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കുക. സെപ്റ്റംബർ 30-ാം തീയതി കല്യാണം കഴിഞ്ഞ 2 ദമ്പതികളാണ്. അവർ മലേഷ്യയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഈ ആക്സിഡന്റ് നടന്നത് ഏകദേശം ഒരു 3-4 മണി സമയത്തിനോട് അനുബന്ധിച്ചാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികമായിട്ട് ഒരു 3 മണിക്കൂർ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു 1 മണി 12 മണി ആ സമയത്തായിരിക്കും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് രാത്രി 12 മുതൽ 4 മണി 5 മണി. അതിൽ ഈ 3 മണി to 4 മണി എന്ന് പറയുന്ന ഒരു പീക്ക് ടൈം. എത്രയൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്നാലും ഓട്ടോമാറ്റിക് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ഈ സംഭവത്തിനെ പറ്റി വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, ഈ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടി വന്ന വാഹനം വലത് സൈഡിൽ കൂടി വന്ന അയ്യപ്പന്മാരുടെ ആ മിനി ബസ്സിൽ വന്ന് ഇടിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും ഈ വാഹനം വലതുവശത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് ചെന്നിടിച്ചാണ്. അപ്പം ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. മാത്രമല്ല അവിടെ ഒരു ഇറക്കവും കൂടാണ്. ആ ഇറക്കവും കൂടെ വന്നപ്പോഴത്തേക്ക് ആക്സിലേറ്ററിലേക്ക് കാല് കൂടുതലായിട്ട് അമർന്ന് ഒരു ഹെവി സ്പീഡിൽ ഒരു ട്രമൻഡസ് സ്പീഡിൽ വാഹനം മുന്നോട്ട് കുതിച്ചു ചെന്ന് ഇടിച്ചതാണ്. ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം നോക്കിയാൽ അറിയാം, ആ ക്രംബ്ലിംഗ് സോണൊക്കെ കംപ്ലീറ്റ് അമർന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ ക്രംബ്ലിംഗ് സോൺ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം കവർ ചെയ്തിട്ടാണ് വാഹനം ചെന്നിടിച്ചേക്കുന്നത്. ഫ്രണ്ടിലുണ്ടായിരുന്ന 2 പാസഞ്ചേഴ്സും ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഇരുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമല്ല എല്ലാ പാസഞ്ചേഴ്സും ഈ ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത്തരത്തിൽ പാസഞ്ചേഴ്സ് ബാക്കിലുള്ളവർ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അപകട മരണം സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ മാത്രമേ സംഭവിക്കത്തുള്ളായിരുന്നു. മുന്നിലിരുന്നവർക്കാണ് ഗുരുതരമായ പരിക്ക്. ബോഡി പരിശോധിച്ച പോലീസുകാർ പറഞ്ഞാൽ ബോഡിയൊക്കെ അമുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ഈ വണ്ടിക്കുള്ളിൽ തന്നെ ബോഡി 2-3 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടാവണം. അതായിരിക്കണം ഇത്രയും. മറ്റ് എക്സ്റ്റേണൽ വലിയ പരിക്കുകളൊന്നുമില്ല. പക്ഷേ അപകട സ്ഥലത്ത് എത്തിയ ആൾക്കാരും പറഞ്ഞത് 3 പേര് ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയിലായിരുന്നു. അവർ ഡോക്ടേഴ്സ് ഒന്നുമല്ല, എങ്കിൽ പോലും അവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മരിച്ച നിലയിലാണ് അവർ കാണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അടുത്ത ഒരാൾക്ക് ചെറിയൊരു ജീവനുണ്ടായിരുന്നു, പക്ഷേ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തെ മരിച്ചു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് അനുബന്ധിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. നല്ല റോഡാണ്. ഈ റോഡിൽ നമുക്ക് ഒരു കച്ചട റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ആക്സിലേറ്റർ ചവിട്ടുമ്പം കൊടുത്തേക്കുന്ന അളവിൻ്റെ 10-1 അളവ് ആക്സിലേറ്റർ കൊടുത്താൽ മതിയാവും ഒരു നല്ല റോഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അത്തരത്തിൽ നിയന്ത്രിച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂടുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ആക്സിലേറ്റർ അമർത്തും, വീണ്ടും വാഹനത്തിൻ്റെ വേഗത കൂടുന്നു, ഇന്ധനക്ഷമത നഷ്ടപ്പെടുന്നു, വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കൂടുന്നു.